ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വിനീത് ശ്രീനിവാസന്റെ ഹൃദയത്തിന് ശേഷം പുറത്തിറങ്ങുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പ്രണവ് മോഹൻലാലും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും മഞ്ജു വർഗീസും നീരജ് മാധവും അതുപോലെ തന്നെ ബേസിൽ അങ്ങനത്തെ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഒപ്പം വിനീത് ശ്രീനിവാസൻ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാൻ വന്നിട്ടുണ്ട്. പുതിയ കാസ്റ്റാണ് ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത്. അതുപോലെ കല്യാണി പ്രിയദർശൻ ഉണ്ട്. സോ ഒരു സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് സ്ഥിരം ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസന്റെ പടങ്ങൾ എങ്ങനെയാണോ ആ ഒരു ഫ്ലോ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. ഒരു 5-6 ഇമോഷണൽ സീൻസിന്റെ ബലത്തിൽ ആ ഒരു സിനിമ അങ്ങോട്ട് കയറി പോകാന്ന് അറിയില്ല. അത്തരത്തിലുള്ളൊരു ഫീലുള്ളൊരു പടമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. മൊത്തം ഒരു ഇമോഷണൽ ആ ഒരു കണക്റ്റിന്റെ ബേസിലാണ് ഈ ഒരു സിനിമ ഫുള്ള് മുന്നോട്ട് പോകുന്നത്. ഒപ്പം അതിനനുസരിച്ചിട്ടുള്ള നല്ല കുറെ വിഷ്വൽസ്, അതിനൊപ്പം തന്നെ വിനീത് ശ്രീനിവാസന്റെ പടങ്ങളിലുള്ള എല്ലാ പടങ്ങളിലും ഉള്ള പോലെ തന്നെ എല്ലാ സീക്വൻസിനും സോങ്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഉണ്ടാവും. അത് നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാനായിട്ട്. ആ ഒരു സീനായിട്ട് കണക്ട് ആവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എന്ന് പറയുന്നത്. ഏകദേശം ഇതിൽ 9 പാട്ടുകളോളം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിൽ ജ്ഞാപകം എന്ന് പറഞ്ഞ ആ ഒരു സോങ് ആണ് മെയിൻ ഒരു ഗ്രിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത്. ആ ഒരു സാധനം വെച്ചിട്ട് ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അമൃതാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് അദ്ദേഹം വേറെ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷേ ക്ലാസ് പെർഫോമൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിലും സോങ്സിലൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നതൊക്കെ വളരെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയണം തോന്നുന്നത് പ്രണവ് മോഹൻലാലിനെ കുറിച്ചും ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചിട്ടുമാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലും ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് ഒരുപാട് പൊക്കി പറയുന്നതും പ്രണവിനെ കുറിച്ച് എവിടെയും ഒന്നും പരാമർശിക്കുന്നതും കേൾക്കുന്നില്ല. സോ അത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് 27-28 അല്ലെങ്കിൽ ഒരു 30 വയസ്സുണ്ടാവും മാക്സിമം. ആ ഒരു ഏജിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു റോള് ചെയ്ത് ബലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഈ ഒരു പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് ആകെ വളരെ ചുരുക്കം ഒരു 4-5 വലിയ ചലഞ്ചിങ് അല്ലാത്ത റോളുകൾ ചെയ്ത് പോന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു ക്യാരക്ടർ ചെയ്ത് മുരളി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട്. തുടക്കത്തിലെ ഒരു 1-2 സീക്വൻസും ഇടയിൽ വന്നിട്ടുള്ള ഒരു 1-2 സീനും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതർവൈസ് ബാക്കിയുള്ളതൊക്കെ കിട്ടിലും സംഭവങ്ങളായിരുന്നു. അദ്ദേഹം ആ ചെയ്തിട്ടുള്ള ഇമോഷണൽ വർക്കുകളൊക്കെ ധ്യാൻ ശ്രീനിവാസനായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുള്ള മെയിൻ സീക്വൻസുകൾ ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ലുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര പേർക്ക് അത് ദഹിക്കുന്നുള്ളൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ച് സൂപ്പറായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പണി എടുത്തോളും. ഇതിൽ പണി എടുപ്പിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ. പിന്നെ കുറച്ച് മോശമായിട്ട് തോന്നിയത് കല്യാണി പ്രിയദർശനാണ്. കല്യാണി പ്രിയദർശന് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുള്ള ലുക്ക് കാര്യങ്ങളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് വർക്കായില്ല. കല്യാണിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ ഷാൻ റഹ്മാന്റെ കാമരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കോലവും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഓവർ ദ ടോപ്പ് ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബേസില് നിവിൻ പോളിയുടെ അടുത്ത് 1-2 കൗണ്ടർ അടിക്കുന്ന സീനുണ്ട്. എൻ്റെ പൊന്നെ ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ ചിരിച്ച് മറഞ്ഞിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിവിൻ പോളി ആസ് യൂഷ്വൽ പഴയ നമ്മുടെ നിവിൻ പോളിയിൽ കണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഇതും ഒരു ഓവർ ദ ടോപ്പ് ക്യാരക്ടറാണ്. സിനിമയ്ക്കുള്ള സിനിമയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത് തന്നെ. നിവിൻ പോളിയുടെ ആ ഒരു ക്യാരക്ടറും ഓവർ ദ ടോപ്പ് സംഭവം പിടിച്ച് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാണികളെ തന്നെ പട്ടികളെ എന്നൊക്കെ വിളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്കത് കണ്ടിട്ട് ചിരിച്ച് വേറെ വഴിക്കായി. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. തിയേറ്ററിൽ ഇരുന്ന് അല്ലാതെ നിങ്ങൾ OTT ഇറങ്ങുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓവർ റേറ്റഡ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയേക്കാവുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം OTT വന്നിട്ട് നിങ്ങൾ കാണുമ്പോൾ. ഇത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ്. കാരണം ഓടിച്ചു വിട്ടിട്ടോ അങ്ങനെയൊന്നും കാണേണ്ട ഒരു സിനിമയല്ല. തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയിരിപ്പിന് കണ്ട് തീർക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ ആവേശം എന്ന് പറയുന്ന സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം രണ്ടും 2 ജേണറാണ്. ഇപ്പോൾ വിഷു റിലീസായിട്ട് എത്തിയിട്ടുള്ള
വർഷങ്ങൾക്ക് ശേഷം, ആവേശം, അതുപോലെ തന്നെ ജയ് ഗണേഷ്, ഈ ഒരു 3 സിനിമകളും 3 ജേണേഴ്സ് ആണ്. 3 അത്യാവശ്യം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ജയ് ഗണേഷ് ആണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് മോശമാക്കിയിട്ടുള്ളത്. ബാക്കി സെക്കൻഡ് ഹാഫ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതും ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലർ എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അത് കാണേണ്ടവർക്ക് അത് കാണാം. ഇപ്പോൾ ആക്ഷൻ കോമഡി എന്റർടൈനർ കാണേണ്ട ആൾക്കാർക്ക് ഫഹദ് ഫാസിലിന്റെ ആവേശം കാണാം. അത് ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഫഹദിന്റെ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസന്റെ ഒരു ഫാൻ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് കയറാം, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിന് ഈ ഒരു സിനിമയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം കയറാം. ആവേശം എത്രത്തോളം ഫാമിലിക്കിടയിലേക്ക് കയറും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ രോമാഞ്ചമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവേശത്തിന് ടിക്കറ്റ് എടുക്കാം. എന്നെ സംബന്ധിച്ച് ഈ ഒരു 3 സിനിമയും അത്യാവശ്യം കൊള്ളാവുന്ന, കുഴപ്പമില്ലാത്ത നല്ല സിനിമകളായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതുപോലുള്ള കുറേ നല്ല സിനിമകൾ ഇനിയും ഇറങ്ങി വരട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അട്ടപ്പട്ടലും മൂഞ്ചി തിരിഞ്ഞിട്ടുള്ള ഒരുപാട് കുറേ പടക്കം റിലീസുകളൊക്കെ കഴിഞ്ഞു എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളം സിനിമയുടെ. ഇനി ഇറങ്ങുന്നതൊക്കെ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള, ക്വാളിറ്റി ഉള്ള സിനിമകൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് അവർ ഉറപ്പ് പറയുന്നത്. സോ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.